നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്തു വെക്കേണ്ട കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. ആ വലതുവശത്തുള്ള 3 ഡോട്ട് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോൾ അവിടെ സെറ്റിംഗ്സ് എന്ന് കാണാൻ പറ്റും. സെറ്റിംഗ്സ് എന്ന് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ സൈറ്റ് സെറ്റിംഗ് എന്ന് കാണാൻ പറ്റും. സൈറ്റ് സെറ്റിംഗ്സ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പേജ് ഓപ്പൺ ആയി വരും. അത് ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് ഡാറ്റ സ്റ്റോർഡ് എന്ന് കാണും. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത എല്ലാ ഡാറ്റയും ഇവിടെ കാണും. താഴെ അത് ക്ലിയർ ഡാറ്റ എന്ന് കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക. ആ ഡാറ്റകളെല്ലാം പോവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ സ്പീഡ് കൂടും, അതുപോലെ ഹാങ് ആവുന്നത് മാറിക്കിട്ടും. ബാക്ക് അടിച്ചതിന് ശേഷം വീണ്ടും അതുപോലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് മുകളിലത്തെ ലൈൻ ക്ലിക്ക് ചെയ്ത് അവിടെ താഴോട്ട് അവിടുത്തെ സെറ്റിംഗ്സ് എന്ന് കാണാം. അവിടെ തന്നെ നേരത്തെ ചെയ്തതുപോലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിംഗ്സ് എന്ന് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്യുക. ഇനി പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ മുകളിൽ കാണാം: ലൊക്കേഷൻ, ക്യാമറ, മൈക്രോഫോൺ. ഇതെല്ലാം നമ്മുടെ ഫോണിൽ ഓൺ ആയി കിടന്നാൽ ലൊക്കേഷൻ ആണെങ്കിൽ നമ്മൾ എവിടെയാണ് എല്ലാം ഗൂഗിളിന് അറിയാം. അതുപോലെ ക്യാമറ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ചെയ്യുന്നതെല്ലാം ഗൂഗിൾ കാണുന്നുണ്ട്, മറ്റു വെബ്സൈറ്റുകാർ കാണുന്നുണ്ട്. ഇതൊക്കെ ഹാക്ക് ചെയ്യപ്പെടാം. അവിടെ ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇത് നിങ്ങളുടെ ഫോണിൽ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അത് ഇടത്തോട് തിരിച്ച് ഓഫ് ചെയ്തിടുക. അപ്പോഴത് ബ്ലോക്ക് ആയിക്കോളും. ഇനി ലൊക്കേഷൻ ആർക്കും തന്നെ നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ക്യാമറയും നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നേരത്തെ ചെയ്ത കണക്ക് ഇടത്തോട്ടാക്കി അത് ഓഫ് ചെയ്യുക. അതുപോലെ വീണ്ടും ബാക്ക് അടിച്ചതിന് ശേഷം മൈക്രോഫോൺ, അതായത് നിങ്ങളുടെ ഫോണിന്റെ മൈക്ക്, അവിടെയും ക്ലിക്ക് ചെയ്യുക. ഓൺ ആയി കിടക്കുകയാണെങ്കിൽ ഇടത്തോട്ടാക്കി അത് ഓഫ് ചെയ്തിടുക. ഇത് 3ഉം ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ മൈക്ക് നിങ്ങൾ സംസാരിക്കുന്ന മുഖേനയാണ് ഓരോ പരസ്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോൺ കയറി വരുന്നത്. അതൊക്കെ ഒഴിവാക്കാൻ കിട്ടും. ഇനി ഏതെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് ഓൺ ആക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക, പിന്നെ ഓഫ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്.